ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന മറ്റൊരു ടിപ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് വളരാനും കൊഴിച്ചിലും താരനൊക്കെ മാറിക്കിട്ടാനും ഏത് മുടി ഇല്ലാത്തവർക്ക് മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്. ഏതാണ്ട് ഒരാഴ്ചയോളമായി ഇത് ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ യാതൊരു കേടുപാടുകളില്ലാതെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലും കൂടുതൽ വെക്കണം എന്നുണ്ടെങ്കിൽ, സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിലും കൂടുതൽ നമുക്ക് കിട്ടുന്നതാണ്. യാതൊരു കേടുപാടുകളും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് കുറച്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് റോസ്മേരിൻ്റെ ഓയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റോസ്മേരിയുടെ ഓയിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ റോസ്മേരിയുടെ ഓയിൽ കുറച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു തുള്ളി ഒഴിച്ചെടുത്താൽ മതി. അതിനുശേഷം ഞാനിതിലേക്ക് ആവണക്കെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഷോപ്പുകളിൽ ചെറിയ ബോട്ടിലുകളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആവണക്കെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഏതാണ്ട് ഒരു തുള്ളി തന്നെയാണ് ആവണക്കെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരൊറ്റ സാധനം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിലൊക്കെ നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് വെക്കുക. അതുപോലെ നമ്മുടെ മുടിയിലും ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇത് മുടിയിൽ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ ഏതെങ്കിലും നല്ലൊരു ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മളെ കയ്യിൽ നാച്ചുറലായിട്ടുള്ള ഷാമ്പു ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ചെറുപയറിൻ്റെ പൊടി, ചെമ്പരത്തി താളിയൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ അത് ഷാമ്പു ഇട്ട് വാഷ് ചെയ്യണമെന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ റോസ്മേരിയുടെ ഓയിലുണ്ട്, അതുപോലെ ആവണക്കെണ്ണ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ തലയിൽ നല്ലപോലെ എണ്ണമയം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഷാമ്പു ഇട്ട് വാഷ് ചെയ്യണമെന്ന് പറയണത്. അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ ഒരു 2-3 തവണ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടിക്ക് നല്ല മാറ്റങ്ങൾ വരുന്നതാണ്. കൊഴിച്ചിലും താരനും എല്ലാം മാറി കിട്ടും. മുടി നന്നായിട്ട് വളരും. അപ്പം ഈ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരുപാട് സൗണ്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. കാരണം ഇതിലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് റൂം ടെമ്പറേച്ചറിലും വെക്കുക, അതുപോലെ ഫ്രിഡ്ജിലും വെക്കുക. അങ്ങനെ നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല ഒരു റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.